ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يأكلون أموال اليتامى ظلما إنما يأكلون في بطونهم نارا وسيصلون سعيرا പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തഖ്വയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ അരികിലേക്ക് നീങ്ങുന്നവരാണ് നമ്മളേവരും. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്, നമുക്കറിയുന്നതാണ്. എത്ര വലിയ മനുഷ്യന്മാരായാലും അവർ ഏതു തലത്തിൽ ജീവിച്ചവരാണെങ്കിലും അവരൊക്കെ ഒരു നാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് അവർ യാത്ര തിരിക്കും. വളരെ പ്രമുഖരായ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും അതുപോലെ എഴുത്തുരംഗത്തൊക്കെ ഏറ്റവും മികച്ചു നിന്ന, സാഹിത്യത്തിലൊക്കെ ഏറ്റവും മികച്ച രണ്ടുപേരുടെ മരണമാണ് ഇന്ന് നമ്മുടെ പത്രങ്ങൾ മുഴുവൻ വളരെയധികം നമ്മെ ഓർമ്മിപ്പിച്ച സംഗതികൾ. ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ, പൊതുവിൽ ആളുകൾ ഇത്രയും പ്രഗത്ഭരായ, കഴിവുള്ള, നല്ലവരായ ആളുകൾ നമുക്കിടയിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ആളുകൾ സാധാരണ ഓർക്കാറുള്ളത് അവരുടെ മരണം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടിന് ഒക്കെ വരുത്തി വെക്കുന്ന വലിയ നഷ്ടങ്ങളെ സംബന്ധിച്ചാണ്. ശരിയാണ്, വലിയ നഷ്ടം അതുവഴിയൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരോർക്കുന്നത്, അവർ മനസ്സിലാക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ് എന്നതാണ്. അതാണ് നമ്മളൊക്കെ ഓർക്കേണ്ട സംഗതി. അതാണ് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് മരണപ്പെട്ടു പോകുമ്പോൾ പിന്നെ എന്ത് എന്നുള്ളതാണ്. നമ്മൾ ശരിയാണ്, പത്രങ്ങളിലൊക്കെ ധാരാളം ഒരുപാട് വാർത്തകൾ വന്നു. ഇനി ചരമദിനവും ജന്മദിനവും ഒക്കെ നമ്മൾ ആഘോഷിക്കും. വർഷാവർഷം നമ്മൾ മനസ്സിലേക്ക് അവരെ ഓർത്തുകൊണ്ടിരിക്കും. അത്രയും വലിയ നല്ല മനുഷ്യന്മാരാണ് അവരൊക്കെ, ഇവിടെ നിന്ന് യാത്ര പോയവർ. എന്നാൽ അവരുടെ കഥയോ, അവരെന്താണ്, അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മളിവിടെ പത്രങ്ങളിലും അതുപോലെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അവരെ പറ്റി പറയുന്നതും അവരെ അപദാനങ്ങളും അതൊന്നും അവരറിയുന്നില്ല. അവനവനെ പറ്റി ആരെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം പറയുന്നത് കേൾക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി നല്ല ചില കാര്യങ്ങൾ ഇന്നവരൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുന്നതും നല്ല ഇഷ്ടമാണ്. നേരിട്ട് കേൾക്കുന്നതും ഇഷ്ടമാണ്. മറ്റുള്ളവരിൽ നിന്ന് നന്മകൾ നമ്മളെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമാകേണ്ടതുമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും അറിയുന്നില്ല, അവരൊന്നും കേൾക്കുന്നുമില്ല. അവരുടെ ലോകത്തേക്ക് വിട പറഞ്ഞ് യാത്ര തിരിച്ചിരിക്കുകയാണ്. അവർ തിരശ്ശീലക്ക് പിന്നിലേക്ക് മറഞ്ഞുപോയി.
അതിന് സാങ്കേതികമായി ബർസഖ് എന്നാണ് പറയുന്നത്. ബർസഖ് എന്ന് പറഞ്ഞാൽ തിരശ്ശീല, കർട്ടന് പിന്നിലേക്ക് അവർ പോയി. ഇനി ഈ ലോകവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അത് ഏത് വലിയ മനുഷ്യനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകവുമായി അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബന്ധം, അത് എത്ര വലിയ മഹാനായാലും പ്രവാചകനായാലും വലിയ ഷഹീദായാലും ആരായാലും അവർക്ക് ഈ ലോകമായിട്ട് പിന്നെ ബന്ധമല്ല. അവർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞുപോയി. ആ ലോകത്ത് അവർ ഒരുപാട് പലവിധ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് സഹീഹായ ഹദീസുകളും വിശുദ്ധ ഖുർആനും പറയുന്ന കുറേ കാര്യങ്ങൾ അവരുടെ ആ ലോകത്ത് അവരങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. നമുക്കതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. അവർക്ക് അങ്ങനെ അനുഭവിക്കണമെന്നുള്ള വിവരം നമ്മളോടൊട്ട് പറയാനും കഴിയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത് പോലെ നല്ല മനുഷ്യന്മാരെ നല്ലത് ചെയ്താണ് അവർ മരിച്ചു പോയിട്ടുള്ളത് എങ്കിൽ അത്തരം ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്താലും അതവൻ കാണും, അറിയും. അതുപോലെ തന്നെ തിന്മയുടെ കാര്യം അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ്. അവർ ചെയ്ത നന്മക്ക് അവർ മരിച്ചതിന് ശേഷം വല്ല ഗുണവും കിട്ടണം എന്ന് അവരെ മനസ്സിലുണ്ടെങ്കിൽ അവർ ആ നന്മക്കുള്ള വശം അവർക്ക് ലഭിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയാണെങ്കിലും, സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒക്കെ അവർ ചെയ്ത നന്മക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവരത് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിലും വരുന്നതിന് അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലാണ്, നമുക്കറിയില്ല. അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അവർ മരണാനന്തര ജീവിതത്തിൽ നരകത്തിലാണ്. എവിടെയായാലും വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അതാണ് അവരെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന സംഗതികൾ. അതാണ് നമ്മളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതൊന്നും നമ്മളൊക്കെ ഇവിടുന്ന് അവരെത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും ഒക്കെ പോയല്ലോ, അതുപോലെ നമ്മളും ഇവിടുന്ന് പോകും. ആ പോകുമ്പോൾ നമുക്ക് അവിടെ വല്ലതും ബാക്കിയായി കിട്ടണമെങ്കിൽ അവിടെ കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ വല്ലതും ചെയ്താൽ നമുക്കതിൻ്റെ ഗുണം കിട്ടും എന്ന് നമ്മൾ ആ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാം. ഞാനിവിടെ ഓതിയിട്ടുള്ളത് സൂറത്തു നിസായിലെ 10-ാമത്തെ വചനാണ്. അത് നേരത്തെ നമ്മൾ ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട സംഗതികളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതിൻ്റെ ഒരു അവസാനമായിക്കൊണ്ടൊക്കെ വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന ചില കാര്യങ്ങളാണ്. അനന്തരാവകാശത്തെപ്പറ്റി ഉണർത്തിയ ആ ആയത്തുകളുടെ കൂട്ടത്തിൽ 2-3 ആയത്തുകളിലായിട്ട് ഖുർആൻ പറയുന്ന ഒരു സംഗതിയാണ് യത്തീമിൻ്റെ കാര്യത്തെപ്പറ്റി. യത്തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രം യത്തീംഖാനയിൽ ജീവിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും ഇല്ലാതെ മറ്റു വീടുകളിലൊക്കെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ളതല്ല. യത്തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതിക ആശം നോക്കുകയാണെങ്കിൽ മൈനർ ആളുകൾ, മൈനർ എന്നാണ് അർത്ഥം. പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് രക്ഷിതാക്കൾ മരിച്ചുപോയ ആളുകൾ. ആ യത്തീം അത് വലിയ പണക്കാരനായ യത്തീമുണ്ടാവും, പണക്കാരനല്ലാത്ത യത്തീമുണ്ടാവും. ആരായാലും എല്ലാവർക്കുമുള്ള നിയമം അനന്തരാവകാശ സ്വത്തുമായിട്ടുള്ള ഒരേ നിയമമാണ്, ഒരേ സംഗതിയാണ്. യത്തീമായി കഴിഞ്ഞാൽ അവൻ്റെ സ്വത്ത്, അനന്തര സ്വത്ത്, മൈനറിൻ്റെ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് വളരെ വളരെ സൂക്ഷിച്ചുകൊണ്ട് വേണം എന്നാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. അതാണ് ഇന്നല്ലദീന യഅകൂല അംവാലൽ യതാമ ഗുൽമൻ, അനധികൃതമായി ഈ മൈനറിൻ്റെ സ്വത്ത് തിന്നുന്നവൻ, ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അവൻ നരകത്തിയാണ് അവൻ തിന്നുന്നത്. വസയസ്ലൗന സഈറ, അവൻ അതിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ വലിയ വൻ പാപമാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ മുമ്പിൽ മൈനർമാർ വന്നാൽ, അതായത് നമ്മുടെ ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ അല്ലെങ്കിൽ പെങ്ങളുടെയോ ആരുടെയും മക്കൾ, അതായത് അവർ മരിച്ചു പോയാൽ പിന്നെ അവരുടെ പ്രായപൂർത്തിയായ മക്കൾ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന യത്തീമുകളാണ്, മൈനർമാരാണ്. അവരുടെ കാര്യത്തിൽ, അവരുടെ സ്വത്തിൻ്റെ കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അവരുടെ സ്വത്ത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളത് കൈകാര്യം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത്ര വരെ പറയുന്നുണ്ട് അടുത്ത്, അതായത് വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ്, നിങ്ങളുടെ
മൈനറായ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ പരീക്ഷിക്കണം. അവർക്ക് പ്രായമായി വരുമ്പോൾ, ചെറിയ കുട്ടികളാണല്ലോ, വളർന്ന് വന്ന് അവർക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾ ഹെത്തായിദ ബലഗുൻ നിക്കാഹ, പ്രായപൂർത്തിയൊക്കെ ആയി വരുമ്പോൾ അവരെ പണം കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അവരെ പരീക്ഷിച്ചു നോക്കണം. അല്ലാതെ വെറുതെ അവരുടെ മേൽ പ്രായമായി കഴിഞ്ഞാൽ ഇനി എൻ്റെ സ്വത്ത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ആ കുട്ടികൾക്ക് അതിന് സാധിക്കോ അല്ലേ എന്നും നോക്കാതെ നിങ്ങൾ അവരെ ഏൽപ്പിക്കരുത്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. പൈസ കൊടുത്താൽ എങ്ങനെയാണ് അവൻ ഉള്ളത് മുഴുവൻ ആകെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തൂഫാനാക്കണ ഒരു സ്വഭാവമാണോ അല്ലേ എന്നൊക്കെ രക്ഷിതാക്കൾ ആലോചിക്കണം. കാരണം രക്ഷിതാവ് എന്ന് പറയുന്നത് വലിയ ഒരു പ്രാധാന്യമുണ്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പൊ രക്ഷിതാക്കൾ അവിടെ ശരിക്കും അവരെ പരീക്ഷിച്ച് നോക്കണം. ഫൈൻ ആനസ്തു മിൻഹും റുഷ്ദൻ, എന്നിട്ട് അവർക്ക് വിവേകമൊക്കെ എത്തിയിട്ട് നല്ല കാര്യബോധത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ, നിങ്ങളിങ്ങനെ അവരെ കയ്യിൽ കുറച്ചൊക്കെ പൈസ കൊടുത്ത് അത് ചെയ്യുന്നതെന്നൊക്കെ നോക്കി അങ്ങനെ അവരെ കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്, ഭംഗിയായി ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ഒരു സൂക്ഷ്മത ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരെ സ്വത്ത് പിന്നെ നിങ്ങൾ കൈവച്ചു വെക്കാൻ പാടില്ല. പിന്നെ അവരെ സ്വത്ത് അത് ഞാനായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് അവിടെ വെക്കാൻ പാടില്ല. അവരെ സ്വത്ത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. വലാ തഅകുലൂഹ ഇസ്റാഫൻ വബിദാറൻ അൻ യക്ബറു. വേറൊരു കാര്യം കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ മൈനർമാരുടെ സ്വത്ത് അവർ ഏതായാലും വലുതായി വരുമ്പോഴേക്കും ഒന്നുമില്ലാത്ത രീതിയിൽ നിങ്ങളത് തിന്ന് കളയരുത്. അത് വളരെ സൂക്ഷിക്കണം. അങ്ങനെയുണ്ട്, പണ്ട് കാലത്ത് അങ്ങനെയുണ്ട്. ഈ ചെറിയ കുട്ടികളെ സ്വത്തെന്ന് അങ്ങനെ ചെലവാക്കും. അങ്ങനെ അവസാനം അവര് പ്രായപൂർത്തിയായി വരുമ്പോൾ ഒന്നുമില്ല, അതൊക്കെ വിറ്റ് പോയിട്ടുണ്ട്, അത് ആവശ്യത്തിന് ചെലവാക്കിന്, ഈ ആവശ്യത്തിന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണം മാത്രം കിട്ടുന്ന രീതിയിൽ ഒരു സ്വത്തും വാപ്പാന്റെയോ ഉമ്മാന്റെയോ കുടുംബത്തിലെ മരിച്ചുപോയ ആളുകളുടെ സ്വത്തൊന്നും കിട്ടാതെ പ്രായപൂർത്തിയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ ഉണ്ടാകാറുണ്ട്. അവര് പ്രായപൂർത്തിയാകുമ്പോൾ ഒന്നുമില്ല. കാരണം എന്തേ? അത് ഒക്കെ എളാപ്പാരും മൂത്താപ്പാരും അമ്മമാരും മറ്റവരും ഒക്കെ കൈകാര്യം ചെയ്ത് അവസാനം അവർക്കൊന്നുമില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ ഉണ്ടാകരുത്. വലാ തഅകുലൂഹ ഇസ്റാഫൻ, നിങ്ങളത് വളരെയധികം ഇസ്റാഫായിട്ട് അമിതമായി നിങ്ങളത് തിന്ന് ഉപയോഗിക്കരുത്. വബിദാറൻ അൻ യക്ബറു, അവര് വലുതായി വരുമ്പോഴേക്കന്നെ അതൊക്കെ തീരുന്ന രൂപം ഉണ്ടാകരുത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ കാന ഗനിയ്യൻ, നിങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ ഫല്യസ്തഅഫിഫ്, അവര് ഒരു മാനവും മര്യാദയിൽ അവരുടെ സ്വത്ത് വേണ്ടാന്ന് വിചാരിക്കണം. കുട്ടികളെ സ്വത്തൊക്കെ നോക്കി നടക്കുന്നതും അതിന്റെ സ്വത്തൊക്കെ നമ്മളുണ്ടെങ്കിലും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അത് നമ്മൾ തൊടണ്ടെന്നർത്ഥം. ആ കുട്ടികളുടെ സ്വത്ത് നമ്മൾ തൊടണ്ട. നമുക്ക് ശേഷി ഉണ്ടല്ലോ, പടച്ചോൻ നൽകിയതാണല്ലോ സ്വത്ത്. അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ജ്യേഷ്ഠന്റെ മക്കളെ ആ സ്വത്തുണ്ടല്ലോ, ആ സ്വത്ത് ഞാൻ തൊടുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ അതിനെ നിൽക്കണം. വമൻ കാന ഫഖീറൻ, എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ദരിദ്രരായ ആളുകൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുടെ മുന്നിലാണ് ഈ മൈനർമാരായ കുട്ടികൾ എന്നുണ്ടെങ്കിൽ ഫല്യകുൽ ബിൽ മഅറൂഫ്, മാന്യമായി നിങ്ങൾക്ക് ആ സ്വത്തിൽ നിന്ന്, ആ കുട്ടികളുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് തിന്നാവുന്നതാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫൈദാ ദഫഅതും ഇലൈഹിം, അങ്ങനെ പ്രായമായി കഴിയുമ്പോൾ അത് അവർക്ക് തിരിച്ചേൽപ്പിക്കുമല്ലോ. ആ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഫൈദാ ദഫഅതും ഇലൈഹിം അംവാലഹും ഫഅഷ്ഹിദു അലൈഹിം, അത് സാക്ഷികൾ മുഖേന തിരിച്ചേൽപ്പിക്കണം. സാക്ഷികൾ മുഖേന തിരിച്ചേൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് എന്താവും, അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസവും മറ്റൊക്കെ ഉണ്ടാവും. ചിലപ്പോ രക്ഷിതാക്കൾ കുട്ടികൾ വലുതായി വരുമ്പോ ചില കുട്ടികളൊക്കെ പറയും, ഈ അനന്തര സ്വത്വമായിട്ട് കൈകാര്യം ചെയ്ത് പോകുമ്പോൾ നമുക്ക് പലർക്കും അനുഭവം ഉണ്ടാവും. ചില കുട്ടികൾ അവർ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ സ്വത്ത് വാപ്പ മരിക്കുമ്പോൾ കോരി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പ്രായപൂർത്തിയായി വരുമ്പോൾ അവർക്ക് തോന്നും, എന്റെ വാപ്പ വലിയ പണക്കാരനായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്, പക്ഷെ എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ, എന്റെ വാപ്പാന്റെ സ്വത്തിന്റെ വിഹിതം എവിടെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന, എന്നൊക്കെ തോന്നുന്ന ആളുകൾ പ്രായപൂർത്തിയാകുമ്പോൾ വരുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതങ്ങനെ അവർക്ക് തോന്നാൻ കാരണം അവരുടെ രക്ഷിതാക്കൾ ആ സ്വത്ത് കൈകാര്യം ചെയ്തതിലുള്ള ഒരു പോരായ്മയാണ്. അപ്പൊ രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, കുട്ടിയുടെ സ്വത്താണോ, ബാപ്പ മരിച്ചുപോയ പിന്നെ മൈനർമാരുടെ സ്വത്താണോ, അത് അവര് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതാണ് എന്ന ബോധ്യത്തോടും കൂടിയാണ് അവര് ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ തോന്നും. അപ്പൊ നമ്മുടെ സർക്കാരിന്റെ നിയമം അങ്ങനെ തന്നെയാണ്.
നമ്മളെ സർക്കാർ നിയമം അങ്ങനെ തന്നെയാണ്. മൈനറിന്റെ സ്വത്ത് വിൽപ്പന നടത്താനൊന്നും വളരെ പ്രയാസമാണ്. പലതരം കടമ്പകൾ അതിലുണ്ട്. കാരണം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ മൈനർക്ക് പറയാൻ പറ്റും, വേണമെങ്കിൽ ആവശ്യപ്പെടാൻ പറ്റും, ഇതിന്റെ സ്വത്തായിരുന്നു, ഇതിന്റെ ഞാൻ പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് അത് വിറ്റുപോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞാൽ നിയമപരമായി ആ ആൾക്ക് തന്നെ അത് കിട്ടുന്ന രീതിയാണ് നിയമങ്ങൾ. അപ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടിയായിരിക്കണം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. വകഫാ ബില്ലാഹി ഹസീബ, അള്ളാഹുവിനെ തന്നെ നിങ്ങൾ കണക്ക് നോക്കുന്നവനായി കരുതുക മദീന. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളുടെ ഇടയിലൊക്കെ പലപ്പോഴും ഇത്തരം ഈ സ്വത്തിന്റെ അവകാശികളായിക്കൊണ്ട് മരിച്ചു പോകണം. രണ്ട് രീതിയിൽ മൈനർമാരുണ്ടാവും കേട്ടോ, രണ്ട് രീതി മൈനർമാരുണ്ടാവും. ഒന്ന് സ്വത്തിന്റെ അവകാശികളായിരിക്കും, അതായത് വാപ്പ മരിച്ചു പോകുമ്പോൾ കുട്ടികൾ, ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകൾ, അപ്പൊ അവർക്ക് വാപ്പാന്റെ സ്വത്ത് അത് അവരുടെ സ്വത്തായിരിക്കും, അത് അവർക്ക് കിട്ടും. വേറെ ഒരു മൈനർമാർ നമ്മുടെ ഇടയിലുള്ളത് പേരക്കുട്ടികളായി മാറുന്ന മൈനർമാരാണ്. വാപ്പ മരിച്ചുപോയി, വാപ്പാന്റെ സ്വത്തൊന്നും ആയിട്ടില്ല, വാപ്പാന്റെ സ്വത്തൊന്നുമില്ല, പക്ഷെ വല്യാപ്പാന്റെ സ്വത്ത് കയ്യിലുണ്ട്, വല്യാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വാപ്പാക്ക് സ്വത്തില്ലെങ്കിൽ വല്യാപ്പാന്റെ സ്വത്തിൽ നിന്ന് ഈ കുട്ടികൾക്ക് നേരിട്ട് അവകാശം ഉണ്ടാവില്ല. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്? അത് ഖുർആൻ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വളരെ വ്യക്തമായി അവിടെ വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു സംഗതിയാണ്, നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ കൂട്ടത്തിലെ കുടുംബത്തിലെ കാരണവന്മാരും അതുപോലെ മഹലിന്റെ നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു, അയാളുടെ വാപ്പ ജീവിച്ചിരിക്കെ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ വെല്ലിപ്പാക്ക് മറ്റ് മക്കളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ആൺമക്കളുണ്ടെങ്കിൽ, ഈ പേരക്കുട്ടികൾക്ക് സ്വത്തിൽ നേരിട്ട് അവകാശം ഉണ്ടാവില്ല. അപ്പോൾ ഉടൻ തന്നെ ആ വെല്ലിപ്പാനെ ആ കാര്യം ഉണർത്തണം. നിങ്ങളുടെ ഈ പേരക്കുട്ടികൾക്ക് മരിച്ചുപോയ നിങ്ങളുടെ മകന്റെ മക്കൾക്ക് നിങ്ങൾ എന്തെങ്കിലും വഖഫ് ചെയ്യണം, അല്ലെങ്കിൽ വസിയത്ത് ചെയ്യണം എന്നവരെ ഉണർത്തുകയും അത് വസിയത്ത് ചെയ്യിക്കുകയും ചെയ്യണം. അതാണ് ഇസ്ലാം അതിന് നൽകുന്ന ഒരു പരിഹാരം. അതാണ്. അപ്പോ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിൽ പേരക്കുട്ടികളുടെ സ്വത്തിനെ പറ്റി ഈ തരത്തിലുള്ള ഒരുപാട് അപവാദങ്ങൾ മറ്റുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ നമ്മളെ ഭാഗത്ത് ഉള്ള ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. പേരക്കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് അവരുടെ വാപ്പ മരിച്ചുപോയി, നമ്മളുടെ സ്വത്തിൽ അവർക്ക് അവകാശം കിട്ടില്ല, നേരിട്ട് കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം? 1/3 കൂടാത്ത രീതിയിൽ അത് വസിയത്ത് ചെയ്യണം. അത് വസിയത്ത് ചെയ്യാൻ കുടുംബത്തിലുള്ള ആളുകൾ പ്രേരിപ്പിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ മഹല്ലുമായി ബന്ധപ്പെട്ടവർ ആ കാര്യങ്ങൾ പ്രേരിപ്പിക്കണം. അത് എത്ര പണമുള്ളവരാണെങ്കിലും ചില ആളുകൾ വിചാരിക്കും അവർക്കല്ലാതെ തന്നെ ജീവിക്കാൻ ധാരാളമുണ്ടല്ലോ. എന്നിരുന്നാലും എന്തെങ്കിലും ഒന്ന് വളരെ ചെറുതാണെങ്കിലും ഒന്ന് വസിയത്ത്, പേരക്കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വസിയത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതാണ് സ്വത്തിൽ അവകാശം ലഭിക്കുന്നില്ലാത്ത മൈനർമാർക്ക് വേണ്ടി പരിശുദ്ധ ഇസ്ലാം അവർക്ക് നൽകുന്ന കരുതിവെപ്പ് അങ്ങനെയാണ്. ആ സ്വത്തിൽ അവകാശമുള്ള മൈനർമാർ അഥവാ യത്തീമുകളായി നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന, സ്വത്തിനൊക്കെ അവകാശമുള്ള ആളുകളാണെങ്കിൽ അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെയധികം സൂക്ഷ്മത വേണം. അവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന യഖൂലൂന അംവാൽ യതീമ ഗുൽമൻ. അനധികൃതമായ രീതിയിലാണ് അത് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ നരകത്തിൽ നിന്നൊരു ഭാഗമാണ് തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നത്. അപ്പൊ ഇത്തരം സംഗതികൾ നമ്മൾ അനന്തരവുമായി ബന്ധപ്പെട്ട സംഗതികൾ ശ്രദ്ധിക്കണം. മറ്റൊരു സംഗതി, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ചില ആളുകളുടെ ഒരു ധനത്തോടുള്ള ഒരു അമിതമായ താല്പര്യം കൊണ്ടോ ത്വര കൊണ്ടോ എന്താവെന്ന് വെച്ചാൽ, തൻ്റെ കൂടെ ജീവിക്കുന്ന മാതാപിതാക്കളെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിച്ച് സ്വത്തിൻ്റെ ഒരു ഭാഗം അവര് അനധികൃതമായി കൈക്കലാക്കി നടക്കും. അനധികൃതമായി കൈക്കലാക്കും. അപ്പോൾ പിന്നെ വാപ്പ മരിച്ച് അല്ലെങ്കിൽ ഉമ്മ മരിച്ച് അല്ലെങ്കിൽ കുടുംബത്തിലെ ആള് മരിച്ച് പിന്നെ സ്വത്ത് ഒരുക്കാൻ നോക്കുമ്പോഴാണ് ഓരോ രീതിയിൽ ആധാരങ്ങൾ ഇങ്ങനെ വരും. അത് വാപ്പ എനിക്ക് തന്നിരുന്നു, ഉമ്മ അത് എനിക്ക് തന്നിരുന്നു, അതൊക്കെ അത് രജിസ്റ്റർ ആക്കിയിട്ടുണ്ടാകും, ബാക്കിയുള്ള ആളുകൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ അതൊരു കുടുംബ പ്രശ്നമായി മാറുന്ന അവസ്ഥ പലപ്പോഴും ഈ രംഗത്തുണ്ടാകാറുണ്ട്.
അത് വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും നമുക്ക് അർഹപ്പെട്ടതല്ലാത്തൊരു സംഗതി നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ സ്വാധീനിച്ച് നമ്മളുടേതാക്കി മാറ്റിയാൽ അതൊക്കെ അല്ലദീന യഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ എന്നതിന്റെ ഇനത്തിൽ തന്നെയാണ് പെടുക. അനധികൃതമായി സ്വത്ത് അല്ലെങ്കിൽ തിന്നുക എന്നുള്ളതിന്റെ ഗണത്തിൽ തന്നെയാണ് അതൊക്കെ ഉൾപ്പെടുക. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മളെ ഇടയിലുണ്ട്. ഒരു അനുഭവം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ഒരു സ്ത്രീ ഒരിക്കൽ വന്ന് പറയുണ്ടായി, ഇതാ 50 ഏക്കർ ഭൂമി ഉണ്ടായതിന് ഒരു വാപ്പാന്റെ മകളാണ് ഞാന്, എനിക്കിപ്പോ കിട്ടിയ കണ്ടില്ല നിങ്ങള് ഒരു 40 സെന്റോ 50 സെന്റോ കിട്ടി. 50 ഏക്കർ ഭൂമി ഉണ്ടായതിന് വാപ്പാന്റെ മകൾക്ക് കിട്ടിയത് 50 സെന്റോ 60 സെന്റോ അങ്ങനെയല്ലല്ലോ കിട്ടുക. എന്താന്ന് വെച്ചാൽ വാപ്പ മരിക്കണതിന്റെ മുമ്പ് തന്നെ സ്വത്തിന്റെ സിംഹഭാഗവും കൂടെ ജീവിക്കുന്ന മക്കള്, ബാക്കിയുള്ള മക്കള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ കൂടെ ജീവിക്കുന്ന ആളതൊക്കെ അയാളുടെ പേരിലേക്ക് പാർക്കുന്ന പറമ്പും അതിൻ്റെതും അത് അയാളുടെ പേരിൽ മറ്റത് അവന്റെ പേരിൽ ഒക്കെ ആക്കിയിട്ട് അവസാനം സ്വത്ത് ഒരുക്കാൻ നോക്കുമ്പോൾ വളരെ കുറച്ച് സ്വത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് സ്വത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒന്നും ഒരിക്കലും സ്ഥായിയായി നിലനിൽക്കൂല. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയൊക്കെയാണ് സ്വത്ത്, എന്റെ വാപ്പ ഇങ്ങനെ ഉണ്ടായി വന്ന സ്വത്താണിപ്പത്, പക്ഷെ ഞങ്ങൾ മക്കൾ ഇനിയിപ്പോ എന്താ തിരിച്ചു കൊടുക്കണം? മക്കൾ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയൊന്നും അവർക്കില്ല. അതാരാണോ ചെയ്തത് അവർക്ക് അതിന്റെ ഉത്തരവാദിത്തമുള്ളൂ. നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സ്വത്ത് വ്യക്തമായും ഇന്ന ആളുടേതാണ് മറ്റൊരാളുടേതാണ് എന്ന് നമുക്ക് വ്യക്തമായും ബോധ്യമാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കാം. അത് അവർക്ക് തിരിച്ചു കൊടുക്കാം. അതല്ലാത്ത നമ്മളുടെ പൂർവികരായ അല്ലെങ്കിൽ വാപ്പയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അനധികൃതമായി സ്വത്ത് ഉണ്ടാക്കിയോ അതെന്താ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായി നമുക്കറിയില്ല. നമ്മുടെ അനന്തര സ്വത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു രീതിയിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, മാറ്റാൻ കഴിയില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അന്യന്റെ സ്വത്ത് നമ്മളുടെ കൈകളിലേക്ക് ന്യായമായ രീതിയിലല്ലാതെ എത്തുന്നത് വളരെ സൂക്ഷിച്ചോളണം. അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി, ആ സ്വത്ത് എത്രയാണ് അതും തലയിൽ വെച്ചായിരിക്കും നിങ്ങൾ ഖിയാമത്ത് നാളിൽ കയറി വരിക എന്ന്. അപ്പോ മറ്റുള്ളവരെ പറ്റിച്ചെടുത്ത സ്വത്ത് ആ രീതിയിൽ തലയിലേറ്റിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ വരേണ്ടി വരും എന്നുണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും ഉണർത്തിയ ഒരു സംഭവമാണ് ഈ പെൺകുട്ടികൾ മാത്രമാകുന്ന രക്ഷിതാക്കൾക്ക് അവർക്ക് വല്ലാത്ത ബേജാറാണ്. അവർക്ക് അവരുടെ പെൺകുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് നൽകാം, അതൊന്നും വിരോധമല്ല. പക്ഷെ ആ നൽകുന്നത് തന്റെ അനന്തരാവകാശികളായിട്ട് ഏതെങ്കിലും ജ്യേഷ്ഠനോ അനിയനോ അല്ലെങ്കിൽ ആരെങ്കിലും വരും, അവർക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയാകാൻ പാടില്ല. അവർക്ക് കിട്ടുന്നതിൽ ഒരു മനപ്രയാസം കൊണ്ട് സ്വത്ത് മുഴുവൻ പെൺമക്കളുടെ പേരിൽ എഴുതി വെക്കുക, അതൊക്കെ വലിയ അക്രമമാണ്. പെൺമക്കളുടെ മേൽ മുഴുവൻ സ്വത്തും എഴുതി വെക്കുന്നത് അക്രമമാണ്, പാടില്ലാത്തതാണ്. അഥവാ അങ്ങനെ ചെയ്യേണ്ട ഒരു ഘട്ടമാണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഒരു വീട് മാത്രമേ ഉണ്ടാവുള്ളൂ, 2 പെൺമക്കളോ 3 പെൺമക്കളും ഉമ്മി അങ്ങനെ ജീവിക്കായിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ അവർ ഈ അനന്തരാവകാശികളുമായി കൂടിയാലോചിച്ച് ആ ഒരു നല്ല രീതിയിൽ അത് അവരേക്ക് നല്ലൊരു ധാരണയോടുകൂടി അത്തരം സംഗതികൾ ചെയ്യുക. ഇത്തരം സംഗതികളൊക്കെ നമ്മൾ ഈ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അത് വിശുദ്ധ ഖുർആൻ നമ്മെ വളരെ കൃത്യമായി പറഞ്ഞതാണ്. പിന്നെ ഈ യതീം കുട്ടികളുടെ സംഗതികളിൽ വിശുദ്ധ ഖുർആൻ ഉണർത്തിയ ഒരു സംഗതി ഇതാണ്, വൽ യഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ദിആഫൻ ഖാഫു അലൈഹിം ഫല്യത്തഖുല്ലാഹ വൽ യഖൂലു കൗലൻ സദീദ. ഈ യതീം മൈനറായിക്കൊണ്ട് നിങ്ങളിടയിൽ ജീവിക്കണ കുട്ടികളോട് നിങ്ങൾ ഒരു സംഗതി കൃത്യമായി ആലോചിക്കണം. നിങ്ങൾ പേടിച്ചോളണം. എന്താ പേടിച്ചു നോക്കേണ്ടത്? എന്റെ മക്കൾ ആർക്കെങ്കിലും ഈ ഗതി വരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് അല്ലദീന വൽ യഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം, തന്റെ കാലശേഷം ഏതെങ്കിലും ദുര്രിയത്തൻ മക്കളെ ഉപേക്ഷിച്ചോ പോകേണ്ടി വരുമോ എന്ന് വിചാരിക്കുന്നവർ പേടിക്കട്ടെ. എങ്ങനത്തെ മക്കള്? ദുര്രിയത്തൻ ദിആഫൻ, ദുർബലരായ മക്കൾ. ഇപ്പൊ തന്റെ ഒരു അംഗവൈകല്യമുള്ള ഒരു മകനെ അല്ലെങ്കിൽ മകളെ നോക്കാനൊന്നും ആരുമില്ലാത്ത ഒരു കുടുംബത്തിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നൊരു ഘട്ടം ഒരു രക്ഷിതാവിനുണ്ടായാൽ എത്ര പ്രയാസം ഉണ്ടാവും അവർക്ക്? വളരെ പ്രയാസം ഉണ്ടാവും. അവര് പറയും എനിക്കൊന്നും പ്രശ്നമല്ല, എനിക്ക് ഇവന്റെ കാര്യം ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവളെ കാര്യം ആലോചിച്ചിട്ടാണ്.
എന്ന അവസ്ഥ ഉണ്ടാവും. ഇത് നമ്മൾ മറ്റുള്ളവരുടേത് കൈകാര്യം ചെയ്യും, മറ്റുള്ളവരുടേത് നമ്മൾ സ്വന്തമാക്കുമ്പോഴും ആലോചിക്കണം, അവനവന്റെ മക്കൾക്കാണ് ഈ ഗതി വന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളെ മനസ്സ് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മൾ ഒരിക്കലും കൈവിടാതെയായിരിക്കണം ഈ അനന്തര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യും. അപ്പൊ അനന്തര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വന്ന ന്യായമായി അള്ളാഹും റസൂലും പറഞ്ഞ രീതിയിൽ, വിശുദ്ധ ഖുർആൻ ഉണർത്തിയ രീതിയിൽ ഓരോരുത്തരുടെയും വിഹിതം കൃത്യമായി അവർക്ക് എത്തിച്ച് അവർക്ക് നൽകി മാന്യമായത് അവസാനിപ്പിക്കാൻ കുടുംബത്തിലെ കാരണവന്മാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊരു മാൽ പ്രാക്ടീസ് നടത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് അവിടുക്കോ ഇങ്ങോട്ടോ മാറ്റി കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല, അത് ജീവിതത്തിൽ ഉപകാരപ്പെടില്ല. അത് വെറുതെ പരലോകത്തേക്ക് നമ്മൾക്കൊരു ബാധ്യതയായി നരകത്തിന്റെ ഒരു ഭാഗം വരുന്ന അവസ്ഥയിലേക്ക് വരും എന്നാണ് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ നമ്മെ ഉണർത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, പിന്നെ വേറൊരു സംഗതി കൂടി ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ വുളുവുമായി ബന്ധപ്പെട്ട സംഗതി പറയണം എന്ന് വിചാരിച്ചു, പിന്നെ സമയമില്ല. വേറെ സംഗതി ഇതിന് കൂട്ടത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. വൈദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ ഫർസുഖൂഹും മിൻഹു വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ. നമ്മൾ സ്വത്ത് ഊരി വെക്കുന്ന സമയത്ത് നമ്മളുടെ അരികിൽ ബന്ധുക്കളായ ആളുകൾ, അതല്ലെങ്കിൽ പിന്നെ യത്തീമായ ഇപ്പൊ പറഞ്ഞ മൈനർമാർ, ചിലപ്പോൾ സ്വത്ത് ഓരി കിട്ടാത്ത, ഓഹരി ഇല്ലാത്ത, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും. വാപ്പട്ട് വസിയത്ത് ചെയ്തിട്ടും ഉണ്ടാവില്ല. ബാക്കിയുള്ള വല്യാപ്പാന്റെ സ്വത്ത് വാപ്പ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ തനിക്ക് കിട്ടുമായിരുന്ന, ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടിരുന്ന സ്വത്ത്, അത് ബാക്കിയുള്ള സഹോദരന്മാർ ഓഹരിച്ചു പോകുന്ന ഘട്ടം വരുമ്പോൾ അതിന് സാക്ഷികളായി പോകേണ്ടി വരുന്ന യത്തീമുകൾ, അതുപോലെ സാധുക്കളായ ആളുകൾ, അവരൊക്കെ നിങ്ങൾ സ്വത്ത് വഴി വെക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ അവരാരെങ്കിലും വന്നാൽ ഫർസുഖൂഹു മിൻഹു, അവർക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ, അവർക്ക് മാന്യമായ രീതിയിൽ എന്തെങ്കിലും, ഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ, അവരോട് മാന്യമായി നിങ്ങൾ സംസാരിക്കാൻ പോകും. മാന്യത വിട്ട് നിങ്ങൾ അവർ സംസാരിക്കരുത്. ആ രീതിയിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ സാധാരണ പണ്ഡിതന്മാരതങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ നമ്മളുടെ വസിയത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, വാപ്പ വസിയത്ത് ചെയ്തിട്ടില്ല, മരിച്ചുപോയി, ഈ മൈനറായ യത്തീമായ കുട്ടികൾക്ക് വേറെ കാര്യമായ സ്വത്തുക്കളൊന്നും ഇല്ലെങ്കിൽ ഇവർ കൂടി ആലോചിച്ചിട്ട് ആ പറഞ്ഞ രീതിയിൽ മറ്റോരെ പോലെ അല്ലെങ്കിലും അവർക്കും മാന്യമായ എന്തെങ്കിലുമൊക്കെ അവർക്കും ഒരു വിഹിതം നിങ്ങൾ അവർക്ക് നീക്കി വെക്കുകയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം, അതൊക്കെ ചെയ്യാണ് നിങ്ങൾ വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനോട് ഉണർത്തുകയാണ്. അതുപോലെ നമ്മൾ ഒരു വലിയ പറമ്പാന്ന് വിചാരിക്കുക, പറമ്പെന്ന് കുറെ നമ്മൾ നാളികേറും മറ്റു മറിച്ചതൊക്കെ നമ്മളങ്ങനെ അതിന്റെ കായ്കനികൾ എടുത്തു പോകുമ്പോൾ പാവപ്പെട്ട ആളുകൾ ചുറ്റുവട്ടമൊക്കെ ഉണ്ടെങ്കിൽ, ചുറ്റുവട്ടം ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറേശ്ശൊക്കെ അവർക്കും അത്യാവശ്യത്തിനൊക്കെ കുറേശ്ശൊക്കെ നൽകി ഒരു വിശാലത അതിൽ കാണിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് കലമിൽ പറയുന്നുണ്ട്, ചില മുതലാളിമാരെ പറ്റി പറയുന്നുണ്ട്, തോട്ട ഉടമകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവര് പറഞ്ഞു, നമ്മളിപ്പോ ഇത് നമ്മൾ വിളവെടുക്കാൻ നമ്മൾ കുറച്ച് നേരത്തെ പോകാം, രാത്രി പോകാം, സുബൈക്ക് പോയി കണ്ട് വിളവെടുത്ത് വരണം. നേരം വെളുത്ത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും, ഓർക്കൊക്കെ ഇത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് തൻ്റെ പറമ്പിലേക്ക് വിളവെടുക്കാൻ വേണ്ടി കയറി ചെന്ന കുറച്ച് ആളുകളുടെ കഥ വിശുദ്ധ ഖുർആൻ നമുക്ക് സൂറത്തുൽ കലമിൽ പറഞ്ഞു തരുന്നുണ്ട്. അവസാനം അവർ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു പറമ്പന്നെ അവിടെ നശിപ്പിക്കപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായ രീതിയിൽ കണ്ടു എന്നൊക്കെ പൂർവ്വകാല സമൂഹത്തിൽ ഒരു അവസ്ഥ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരു വലിയ പറമ്പെന്ന് നമ്മൾക്കുള്ള വിഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ അവിടുന്ന് തേങ്ങയും അതുപോലെ മറ്റ് സംഗതിയൊക്കെ ആകുമ്പോൾ അയൽവാസികളായിട്ട് പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറേശ്ശെ അവർക്കും കുറേശ്ശെ അവർക്ക് തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ച് മാന്യമായ ഒരു രീതിയിൽ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന ഒരു സന്ദേശം കൂടി വിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ
കൈവരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതായ പോരായ്മകൾ, അബദ്ധങ്ങൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ. ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം അവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മോടൊപ്പം ജീവിക്കുന്ന, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, അവരോടൊപ്പം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد.